ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ഞണ്ട് കറിയാണ്. വളരെ ടേസ്റ്റിയായ ഒരു ഞണ്ട് കറി. ഈ ഞണ്ട് നന്നായി ക്ലീനാക്കി നമുക്ക് എടുത്ത് വയ്ക്കാം. ഉടനെ തന്നെ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലഷൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഒരു 1/4 കപ്പ് വെള്ളം ചട്ടിയിൽ ഒഴിച്ച് നന്നായി തിളപ്പിക്കുക. അതിനകത്ത് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് വെളിച്ചെണ്ണ എന്നിവ ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് അതിനകത്ത് ഈ നന്നായി ക്ലീൻ ചെയ്ത് വെച്ച ഞണ്ട് നമുക്ക് ഇതിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ ഫ്ലഷൊക്കെ ഒന്ന് വെന്ത് നമുക്ക് അതിന് ശേഷം നമുക്ക് അതിൻ്റെ മസാലയൊക്കെ റെഡിയാക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ഫ്ലഷെല്ലാം വെള്ളമായി പോകും. അതിന് ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് കുറഞ്ഞ വെള്ളം എടുത്താൽ മതി, ഒരു 1/4 കപ്പ് മതിയാവും. എന്നിട്ട് ഇതൊന്ന് നന്നായി വെട്ടി തിളയ്ക്കണം. തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ കഴുകി വെച്ച ഞണ്ടൊക്കെ അതിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇത് തിളപ്പിച്ച് അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് മറ്റ് മസാലകളും ഒക്കെ റെഡിയാക്കാം. അത് മുങ്ങി നിൽക്കാൻ തക്കവണ്ണം വെള്ളം മതിയാവും. നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരട്ടെ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് വെളിച്ചെണ്ണ, അത് മാത്രം അതിൽ ഇപ്പോൾ ഇട്ടാൽ മതിയാവും. കുറച്ച് ഉപ്പ്. ഇതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലെല്ലാം നന്നായി ഫ്ലഷൊക്കെ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഒരു പിടി ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഒരു കഷ്ണം, 2-3 പച്ചമുളക്, കരിവേപ്പില, വലിയ സവാള, ഇവയൊക്കെ ഒന്ന് നന്നാക്കി വെക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറിയ കഷ്ണാക്കി മുറിച്ചത്, വെളുത്തുള്ളി ചെറുതാക്കി ചതച്ചത്, പച്ചമുളക് നടുവേ കീറിയത് ഇവയൊക്കെ ഇട്ടൊന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം സവാള ചെറിയ കഷ്ണമായി അരിഞ്ഞു വെച്ചത് അതിട്ടൊന്ന് ഇളക്കി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൊച്ചുള്ളിയും കൂടി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. 10-12 അല്ലി ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചതാണ്. ഉള്ളി ഒന്ന് വാടി കിട്ടാൻ കുറച്ച് ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. ആദ്യം ഞണ്ട് തിളപ്പിച്ച് വെക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ചെറിയ സവാളയും കൂടി ഉള്ളിയും കൂടി ഇട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഒരു കളറൊന്ന് ചേഞ്ച് ആവുന്നത് വരെ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ പെരിഞ്ജീരകം ഒന്ന് പൊടിച്ചത് ആദ്യം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകപ്പൊടിയാണ് ഇതിൻ്റെ ഹൈലൈറ്റായിട്ട് ഒരു ടേസ്റ്റ് കൊടുക്കുന്ന, അത് സ്കിപ്പ് ചെയ്യാതെ ഇടണം. പിന്നെ മല്ലി പൊടിച്ച് വെച്ചത് 2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. എല്ലാം കൂടി ഒന്ന് ഈ സവാളയിലേക്ക് യോജിപ്പിച്ച് ഇളക്കി ആ മസാലയുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ. മസാല ഇട്ടതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെക്കുക. ഇനി നമുക്ക് തക്കാളി കഷ്ണങ്ങളാക്കി വെച്ച് ഒരു വലിയ തക്കാളി നന്നായി ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു വലിയ പഴുത്ത തക്കാളിയാണ്. അതും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വേവിച്ച് വെച്ച ആ ഞണ്ടിൻ്റെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ അകത്ത് കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് ഞണ്ട് വേവിച്ചെടുത്ത അതേ ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി ചൂടുള്ള വെള്ളം ഒഴിച്ച് നന്നായി എല്ലാ ഗ്രേവിയും മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് ഒഴിച്ച് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ച് ഉപ്പൊക്കെ ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. മസാലയിൽ കിടന്ന് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വേണം. കുറച്ച് ചൂടുള്ള വെള്ളം കൂടി ഇതിലൊഴിക്കാം, അപ്പോഴേ ഗ്രേവി ഉണ്ടാവുള്ളൂ. ഞണ്ട് കറിയാണ്. റോസ്റ്റ് ആണെങ്കിൽ നമുക്ക് വെള്ളം ഒന്ന് കുറച്ച് വെച്ചാൽ റോസ്റ്റായി. ഇതിപ്പോൾ ഞണ്ട് കറിയാണ്. കുറച്ചുകൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ട്, ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാം ടേസ്റ്റൊക്കെ ഒന്ന് നോക്കി ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ്
തേങ്ങാപ്പാൽ ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുക. വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. ഇതേമാതിരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ഈ തേങ്ങാപ്പാലും കൂടി ഒഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി അധിക സമയം ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു തിള വരുമ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫാക്കി മൂടി വെച്ച് അല്പസമയത്തിനകം വിളമ്പി കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മുടെ നാടൻ ഞണ്ട് കറി ഇതാ ഇവിടെ തയ്യാറായി. ഇതേപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എരിവിന് വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് അത്യാവശ്യം ഇതിലുള്ളത് കൊണ്ട് ഞാൻ ഇടുന്നില്ല. അങ്ങനെ നമ്മുടെ നാടൻ ഞണ്ട് കറി ഇതാ ഇവിടെ തയ്യാറായി. ഇനി മൂടി വെച്ച് നമുക്ക് അല്പസമയം കഴിഞ്ഞ് വിളമ്പി കഴിക്കാവുന്നതാണ്. ഇനി അടുത്തൊരു എപ്പിസോഡുമായി വരുന്നത് വരെ എല്ലാവർക്കും ഒരു ബായ്.